ഇത് നാടൻ കൂൺ സീസണാണല്ലേ, ഞങ്ങൾക്കും കുറച്ച് കൂൺ കിട്ടിയിട്ട് അത്തോടിയിൽ നിന്ന് തന്നെ ഉണ്ടായ കൂനാണ്. അപ്പോൾ അതേ കൂനൊക്കെ കിട്ടിയത് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഇതിൽ ചെറുതായിട്ട് മണ്ണൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൂനിനെ നീളത്തിലായി അരിഞ്ഞെടുക്കാം കേട്ടോ. കൂൺ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നീളത്തിലായി അരിഞ്ഞെടുക്കേണ്ടത്. ഈ അരിഞ്ഞെടുത്തതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതിലിത്തിരി ചൂടുവെള്ളം ഇട്ട് വെച്ചു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് എടുത്ത് വെച്ചു വന്നാൽ നമുക്ക് അത് ക്ലീൻ ആയി കിട്ടും കേട്ടോ. മണ്ണെന്ന് കിട്ടിയാൽ വല്ല വിഷാംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് പോയി കിട്ടാനും കൂന് നന്നായി ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഉരുളക്കിഴങ്ങ് റെഡിയാക്കാം കേട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് വെക്കുന്നത്. കൂന് നീളത്തിൽ അരിഞ്ഞുകൊണ്ട് ഉരുളക്കിഴങ്ങ് അതേപോലെ നീളത്തിലായിട്ടാട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്ക് കൂന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ചൂടുവെള്ളത്തിൽ നിന്ന് കൂനൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ നോക്കിയാലോ. കറണ്ട് പോയിട്ടോ കറി വയ്ക്കാൻ തുടങ്ങിയതും. അപ്പോൾ ചീനിച്ചട്ടിയൊക്കെ ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് നന്നായി മിക്സ് ചെയ്ത് വരാം കേട്ടോ. ഈ സവാള ഒന്ന് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയാണ് കേട്ടോ ആവശ്യം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്താലോ. അപ്പോൾ ഇതേ അതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇടയിൽ കൂടെ ടോസ് തപ്പി പിടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മസാലകളും എല്ലാം കൂടി ഒന്ന് നമുക്ക് സെറ്റായി വരണ്ടേ. നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ. മസാലകൾ ഓരോന്നോരോന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതിന് ശേഷം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയ കൂനാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വരാം അല്ലേ. ഇത് ഇതുപോലെ ആവില്ല, കളറിനാണ് നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ കഴുകി വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത ശേഷം നന്നായി നമുക്ക് മിക്സ് ചെയ്ത് വരാം കേട്ടോ. അതിൻ്റെ ആ മസാലകളൊക്കെ ഉരുളക്കിഴങ്ങിൽ നന്നായി പിടിച്ച് വരണം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതിലൊക്കെ നന്നായി ഉപ്പ് പിടിച്ച് വരണമല്ലോ ഉരുളക്കിഴങ്ങിലൊക്കെ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞാൽ ആ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. ആ വെന്ത് വന്ന ഉരുളക്കിഴങ്ങിലോട്ടാണ് നമ്മൾ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ച കൂനിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് കൂനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അത് വേവാൻ വേണ്ടി നമുക്ക് വെക്കാം കേട്ടോ. ഇതൊരു 10 മിനിറ്റോളം വേവണം കേട്ടോ. ഇതെല്ലാം കൂടി മസാലകളെല്ലാം കൂടി പിടിക്കണമല്ലോ. അപ്പോഴേക്കും നമുക്കിവിടെ അരപ്പ് നോക്കാം. തേങ്ങ, പെരുംജീരകം, കുരുമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും അടങ്ങിയതാണ് കേട്ടോ ഈ തേങ്ങ അരപ്പ് എന്ന് പറയുന്നത്. ഒന്ന് വറുത്തിരുന്നു കേട്ടോ. വറുത്തരച്ച കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ തേങ്ങ എല്ലാം കൂടെ വറുത്തിരുന്നു. കറണ്ട് പോയ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു കേട്ടോ. നമ്മുടെ കറിയൊക്കെ നന്നായി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ഒരു ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂനും ആയിട്ടുള്ള നാടൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി ഒരു സാധനം മാത്രം ആഡ് ചെയ്യാനുള്ളൂ കേട്ടോ. ചിക്കൻ മസാല. ഏറ്റവും ലാസ്റ്റ് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വെളിച്ചെണ്ണ, ഒരു മുടി അല്ലെങ്കിൽ ജസ്റ്റ് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ കൂൻ ഉരുളക്കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.